നവോത്ഥാന വർത്തമാനം ടിവിയിലേക്ക് സ്വാഗതം. ഹബീബായ റസൂലുള്ളാഹിന്റെ വാക്ക് എവിടെയാണ് നമ്മൾ പരിഗണിക്കുന്നത്? അതുകൊണ്ട് തന്നെ ഇന്ന് കുടുംബജീവിതം ശീതലമായിക്കൊണ്ടിരിക്കുകയാണ്. ലിബറൽ ചിന്തകളാണ് നമ്മുടെ മക്കളൊക്കെ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കിഷ്ടമുള്ളവന്റെ കൂടെ ജീവിച്ചാൽ എന്താണ്, എനിക്കിഷ്ടമുള്ളവന്റെ കൂടെ സഞ്ചരിച്ചാൽ എന്താണ്, അവനൊന്ന് കൈ കൊടുത്താൽ എന്താണ്, തലയിൽ തട്ടമിട്ടിട്ടില്ലെങ്കിൽ എന്താണ് എന്ന് ചോദിക്കുന്നത് നമ്മുടെ മക്കളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളിലേക്ക് ഇൻജക്ട് ചെയ്യുന്നത് എന്താ? ക്യാമ്പസിൽ നിന്ന് കൊടുക്കുന്നത് എന്താ? ഒരു കോഴിമുട്ട, അത് വിരിഞ്ഞ് ഒരു കോഴിക്കുഞ്ഞ് പുറത്തു വന്നാൽ ആ കോഴിക്കുഞ്ഞ് എപ്പോഴെങ്കിലും ആ കോഴിമുട്ടയുടെ അടുക്കലേക്ക് പോകുന്നുണ്ടോ? ഇന്നിന്റെ ക്യാമ്പസിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. കോഴിമുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴിക്കുഞ്ഞും ഇന്ന് വരെ കോഴിമുട്ടയുടെ അടുക്കലേക്ക് പോകുന്നില്ല. എന്താ പറയുന്നത്? നമ്മൾ ജനിപ്പിച്ചു എന്ന കാരണത്താൽ മാതാപിതാക്കളല്ലാതെ അവർ പറഞ്ഞത് കേട്ടിനനുസരിച്ച് ജീവിക്കേണ്ട ഒരു ബാധ്യതയൊന്നും നമുക്കില്ല എന്ന് ഇന്നിന്റെ തലമുറയോട് പറയുന്ന വല്ലാത്ത ലിബറൽ ചിന്തകൾ. ഇതിൽ നിന്ന് മാറ്റമുണ്ടാക്കാൻ ഇസ്ലാഹ് പ്രവർത്തനം അനിവാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ശരിയായ വിശുദ്ധ ഖുർആന്റെ ആയത്തുകളെ, പ്രവാചകന്റെ ചര്യയെ ശരിയാവണ്ണം നമ്മുടെ കുടുംബത്തിൽ പറഞ്ഞു കൊടുക്കുക എന്നൊരു ബാധ്യത നമുക്കുണ്ട്. അത് നാം നടപ്പിലാക്കേണ്ടതുണ്ട്, നമ്മുടെ ഒരു ബാധ്യതയായി നിർവഹിക്കേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും എന്താ പറയുന്ന അറിയാം, ഇന്നത്തെ കാലത്ത് അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഏതാണ് പോണില്ല, കുട്ടികളും പെണ്ണുങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതാ അവിടെ കണ്ണൂക്കുണ്ട്, അവിടെ ചില മൗലൂദുകളുണ്ട്, ഞാൻ പോണില്ല, ഞാൻ അതിന് കൂടാറില്ല, ഓലെ പറഞ്ഞിട്ടുണ്ടെന്ന നമ്മൾ വല്ലാത്തൊരു സമരസപ്പെടലാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സമരസപ്പെടൽ ഇസ്ലാമിലുണ്ടോ? അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിൽ ഞാൻ പോകുന്നില്ല, മക്കളെ പറഞ്ഞയച്ച് പറയുന്ന ഇസ്ലാമുണ്ടോ? നോക്ക്, നിങ്ങൾ ഇസ്ലാമിക ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ കുറിച്ച്, നമ്മൾ ഉമ്മുൽ മുഅ്മിനാത്തുകളെ കുറിച്ച്, നമ്മൾ ഉമ്മഹാത്തുൽ മുഅ്മിനാത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. പ്രവാചകന്റെ ഭാര്യമാരിൽ നമ്മുടെ ഉമ്മമാരിൽ ഒരു ഉമ്മയാണ് അബൂ സുഫിയാന്റെ ഭാര്യ റംല എന്ന് പറയുന്ന ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. ആ ചരിത്രം നമ്മൾ വായിക്കേണ്ടതാ. ആരാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ? തന്റെ ഉപ്പ ബഹുദൈവ വിശ്വാസിയാണ് അബൂ സുഫിയാൻ. ഫതഹു മക്ക വരെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. ഇസ്ലാമിന്റെ ശത്രുവാണ്. ഇസ്ലാമിനെതിരെ, പ്രവാചകനെതിരെ, സ്വഹാബത്തിനെതിരെ നിരന്തരം പീഡനങ്ങളും പ്രയാസങ്ങളും അങ്ങേറ്റം അതിനുവേണ്ടി പണിയെടുത്തിരുന്ന അബൂ സുഫിയാൻ, അവരുടെ മകളാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. ആ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ തന്റെ ആദ്യ ഭർത്താവുമായി അബിസീനിയയിലേക്ക് ഹിജ്റ പോവുകയാണ്. ഇസ്ലാമിലെ ആദ്യത്തെ ഹിജ്റയാണ്. അബിസീനിയയിലേക്ക് ഹിജ്റ പോകുമ്പോൾ അവിടെ ഇസ്ലാമിന്റെ ആദർശം സ്വീകരിച്ചവർക്ക് സ്വന്തം നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ വന്നപ്പോഴുള്ള ഒരു യാത്രയാണ് അബിസീനിയയിലേക്കുള്ള യാത്ര. ആ അബിസീനിയയിലെത്തി അവിടെ നജ്ജാശി രാജാവ് അവർക്ക് സംരക്ഷണം കൊടുത്തു. അവിടെ ക്രൈസ്തവ മതത്തിന്റെ ആളുകളാണ് കൂടുതലുള്ളത്. അവരുടെ ആരാധനാകർമ്മങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടപ്പോൾ ഈ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായിട്ടുള്ള ഉബൈദുള്ള, അദ്ദേഹം മുസ്ലിമായിരുന്നു, പക്ഷേ ക്രിസ്ത്യാനികളുടെ പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ ക്രിസ്തു മതത്തിൽ വിശ്വസിച്ചു. വാപ്പ, കുടുംബം അന്ധവിശ്വാസങ്ങളുടെ മുശ്രിക്കിന്റെ വിശ്വാസമായി കടന്നപ്പോ അവിടെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭർത്താവിന്റെ കൂടെ ഹിജ്റ പോയത്. ഭർത്താവ് അബിസീനിയയിലെത്തിയപ്പോ ക്രിസ്തു മതവിശ്വാസിയാവുക. നോക്ക്, നിങ്ങള് കുടുംബമില്ല, ഒപ്പോ ആകെ തുണയുള്ള ഭർത്താവ് മറ്റൊരു മതത്തിലേക്ക് പോയി. ഒരാൾ തുണയില്ല, ഒരാൾ തനിക്ക് പിന്തുണയ്ക്കാൻ, തന്നെ സഹായിക്കാൻ ഒരാളില്ല. ഏതൊരാളും പതറിപ്പോകുന്ന, പ്രത്യേകിച്ച് സ്ത്രീ പതറിപ്പോകുന്ന രംഗമാണ്. ഭർത്താവ് അങ്ങനെ പോയെങ്കിൽ ഞാൻ അങ്ങനെ പോവുക, ഇത് പറയുന്ന കാലായത്. പാപ്പ എന്താ ചെയ്യാന്ന് പറഞ്ഞ കാലാണിത്. ഇവിടെയാണ് ഉമ്മു ഹബീബ മാതൃകയാകുന്ന. പ്രിയപ്പെട്ടവരെ, സ്വന്തം പിതാവിന്റെയും സ്വന്തം കുടുംബത്തിന്റെയും വിശ്വാസത്തിന്റെ പിന്നാലെ പോയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തെളിമ കണ്ട് ആ ആദർശത്തെ മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നു വന്ന് അബിസീനിയയിലേക്ക് എന്നപ്പോ ഭർത്താവ് വഴിമാറിപ്പോയി. ആ ഭർത്താവിന്റെ കൂടെ പോയില്ല. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ മനസ്സിലാക്കിയ ദീൻ ഇത് കളങ്കമില്ലാത്തതാണ്, ഇത് കലർപ്പില്ലാത്തതാണ്, ഇത് നിഷ്കളങ്കമാണ്, അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന ആദർശമാണ് എന്ന ഉറച്ച വിശ്വാസത്തിൽ അബിസീനിയയിൽ അങ്ങനെ തന്നെ നിലനിന്നു, ഒറ്റക്ക് നിലനിന്നു. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവാഹ അന്വേഷണം കടന്നു വരുന്നത്. അള്ളാഹുവിന്റെ വഹിയാണ്. നജ്ജാശി രാജാവാണ് 400 ദിനാർ സ്വർണ്ണ നാണയങ്ങൾ മഹറായി നൽകിക്കൊണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ അൻഹുവിന്റെ സാന്നിധ്യത്തിൽ ആ വിവാഹം നടത്തി കൊടുക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ശരിയായ ഇസ്ലാഹിൽ നമ്മൾ നിന്നാൽ നമ്മൾ കുടുംബത്തിനൊപ്പം ഒഴുക്കിനൊപ്പം നീന്തുകയല്ല. ആര് എന്ത് പറഞ്ഞാലും ഇത് ദീനല്ല എന്ന് ആർജവത്തോടെ പറഞ്ഞാൽ അള്ളാഹിന്റെ സഹായം നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. പ്രിയപ്പെട്ടവരെ, ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ല, ഒരിക്കലും മനസ്സിൽ വിചാരിച്ചിട്ടില്ല റസൂലുള്ളാഹിന്റെ ജീവിതത്തിലേക്ക് ഭർത്താവായി കിട്ടുമെന്ന്. പക്ഷേ തന്റെ ഭർത്താവ്, തന്റെ കുടുംബം മറ്റു മതങ്ങളെ തേടിപ്പോയപ്പോ, ശരിയായ ആദർശത്തെ ഉറച്ചു നിന്നപ്പോ അള്ളാഹിന്റെ സഹായമാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനാത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യമാരിൽ ഒരു ഇടം കിട്ടിയിട്ടുള്ള ഭാര്യയാണ് റംല എന്ന് പറയുന്ന ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ അള്ളാഹിന്റെ ദീനിനെതിരായി എന്തെങ്കിലും നടക്കുമ്പോ ഇത് ശരിയല്ല എന്ന് പറയാൻ, ഇതിന്റെ കൂടെ ഞാനില്ല എന്ന് പറയാനുള്ള ഒരു ആർജവം നമുക്കുണ്ടാവണം. അള്ളാഹിന്റെ സഹായം ഉണ്ടാവും. നമ്മൾ എന്റെ കുടുംബക്കാരെന്താ വിചാരിക്കുക, എന്റെ വാപ്പിം എന്താ വിചാരിക്കുക, എന്റെ ഏട്ടനഞ്ചമാർ എന്താ വിചാരിക്കുക, അങ്ങനെ ഇസ്ലാമില്ല. പ്രിയപ്പെട്ടവരെ, എന്റെ റബ്ബ് എന്ത് വിചാരിക്കും, എന്റെ റസൂൽ എന്നെ പഠിപ്പിച്ചതിനായി പ്രവർത്തിച്ചാൽ നാളെ റസൂൽ എന്നെ കുറിച്ച് എന്താണ് പറയുക എന്ന ചിന്തയാണ് ഒരു വിശ്വാസിയുടെ, ഒരു ആദർശ മുജാഹിദിന്റെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. കുടുംബത്തിൽ ഇസ്ലാഹ് നടക്കണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇന്ന് വേഷവിധാനത്തിന്റെ കാര്യത്തിൽ വളരെ പിന്നാക്കം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നമ്മുടെ മക്കളടക്കമുള്ള നമ്മുടെ സഹോദരിമാരടക്കം വലിയ വില കൂടിയ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. പക്ഷേ ധരിക്കുന്ന വസ്ത്രം ശരീരത്തിന്റെ പല ഭാഗം അറിയുന്നില്ല. ഒരു സ്ത്രീ തന്റെ ശരിയായ വസ്ത്രം ധരിക്കാൻ തുടങ്ങിയത് എപ്പോഴാണെന്നറിയോ? അവർ ഇസ്ലാമിനെ ശരിയായി മനസ്സിലാക്കിയത് എപ്പോഴാണെന്നറിയോ? ഒരു സ്ത്രീ മരണപ്പെട്ട് ആ മയ്യത്ത് കാണാൻ വന്നപ്പോഴാണ്. ഒരു മരണപ്പെട്ട സ്ത്രീയുടെ മയ്യത്ത് കാണാൻ വന്നപ്പോ അവരിങ്ങനെ നോക്കി നിന്നു. ആ മയ്യത്തിൽ 5 തുണിയാണുള്ളത്. ആണിന് 3 തുണിയാ, പെണ്ണിന് 5 തുണിയുണ്ട്. എന്റെ ഒരു അരയുടുപ്പ്, ഒരു മുഖമക്കന, ഒരു നമസ്കാര കുപ്പായം, പുറമെ 2 വസ്ത്രങ്ങളും 5 വസ്ത്രങ്ങളാൽ ശരീരം മുഴുവൻ മറക്കപ്പെട്ട ഒരു സ്ത്രീ എങ്ങനെ നോക്കി നിൽക്കുകയാണ്.
മുഖം കൃത്യമായി ശരീരം മുഴുവൻ മറച്ചിട്ടുണ്ട്, മുഖം മാത്രം പുറത്ത് കാണുന്നത്. അവൾ ആലോചിക്കുകയാണ്, മരിക്കുന്ന സമയത്ത് പോലും ശരീരത്തിന്റെ ഒരു ഭാഗം പോലും മറ്റുള്ളവന്റെ മുമ്പിൽ ഒന്ന് മുഴച്ചു നിൽക്കുന്ന വിധത്തിലില്ലാതെ ശരിയാവണ്ണം വസ്ത്രം ധരിപ്പിച്ചിട്ടുള്ള മരണപ്പെട്ട ഒരു സ്ത്രീ. ഈ ഇസ്ലാം എത്ര സുന്ദരമാണ്, എത്ര സുന്ദരമാണ്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്റെ ശരീരത്തിന്റെ ഭാഗം ഞാൻ പുറത്തിട്ടാൽ എന്റെ റബ്ബൻ എങ്ങനെ പരിഗണിക്കാനാണെന്ന് ആ വേളയിലാണ് അവർ ചിന്തിച്ചത്. മരിക്കുന്ന സമയത്ത് പോലും മുഖമക്കനിട്ട് അവർ പറയാ, ഇനി മരിക്കുമ്പോഴല്ല, ജീവിച്ചിരിക്കുമ്പോൾ മുഖമക്കനിട്ടവളായി എനിക്ക് ജീവിക്കണമെന്നാണ് അവർ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം കടന്നു വരുന്ന രംഗമാണിത്. നമ്മൾ ആലോചിക്കണം, ഇസ്ലാം നമ്മളെ പഠിപ്പിച്ച ഓരോ ഭാഗങ്ങളും നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്. വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം സൂറ അഹ്സാബിലെ 59-ാമത്തെ ആയത്ത് നമ്മളൊന്ന് മറിച്ചു നോക്കുക. പ്രവാചകരോട് പറയാ, പ്രവാചകരെ, താങ്കളുടെ ഭാര്യമാരോട്, താങ്കളുടെ മക്കളോട്, അതേപോലെ തന്നെ സത്യവിശ്വാസിനികളായ സ്ത്രീകളോട്, പ്രിയപ്പെട്ടവരെ നമ്മോടാണ്, സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് അവരോട് പറയണേ, അവരുടെ മുഖമക്കനുകളെ മാറിലേക്ക് താഴ്ത്തിയിടാൻ ജിൽബാബ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അതിനെ നമ്മൾ പഠിക്കണം. ശരീരം മറയുന്ന ഒരു വേള പോലും ഒന്നുപോലും മറ്റുള്ളവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാത്ത വിധത്തിൽ, മറ്റുള്ളവന്റെ മുമ്പിൽ അവന് വികാരം ഉണ്ടാക്കുന്ന വിധത്തിൽ തുറന്നിടാത്ത വിധത്തിലുള്ള വസ്ത്രത്തിനാണ് ജിൽബാബ് എന്ന് പറയുന്നത്. അങ്ങനെ അല്ല പറഞ്ഞതാണ്. ഇസ്ലാഹ് അവിടെ നടക്കണം. ഇസ്ലാഹ് വേഷവിധാനത്തിൽ ഉണ്ടാവണം. നമ്മുടെ മക്കള് ശരീരം മറയാതെ വസ്ത്രം ധരിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ പ്രവാചകൻ പറഞ്ഞത് ലാ യജിദുന റിയഹ, സ്വർഗ്ഗത്തിന്റെ പരിമളം കിട്ടൂല എന്നാണ്. സ്വർഗ്ഗത്തിന്റെ പരിമളം കിട്ടൂല എന്നാ. നമ്മുടെ മക്കളെ, തീറ്റിപ്പോറ്റി വളർത്തിയ മക്കളെ നരകത്തിന്റെ തീക്കുണ്ടാരത്തിലേക്ക് എറിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇസ്ലാഹ് നടക്കണം. വേഷവിധാനത്തിന്റെ കാര്യത്തിൽ നമ്മുടെ മക്കൾ, ആൺകുട്ടികൾ, അവർ ധരിക്കുന്ന വസ്ത്രത്തിന്റെ അവസ്ഥ എന്താ? അവർ ധരിക്കുന്ന പേനിന്റെ അവസ്ഥ എന്താ? ശരീരം ആ വസ്ത്രങ്ങൾ വലിച്ചേച്ച് കൊണ്ടുപോവുക നമുക്ക് യാതൊരു പ്രയാസമില്ല. നമ്മൾ കൊടുക്കുന്ന 1000, 1500, 2000 രൂപയൊക്കെ, പ്രിയപ്പെട്ടവരെ, വസ്ത്രം നിലത്ത് കൂടെ വലിച്ചിടക്കുന്നവനെ പ്രവാചകൻ പറഞ്ഞെന്താ? റഹ്മത്തിന്റെ നോട്ടം നാളെ നോക്കില്ല എന്നാണ്. നമ്മുടെ മക്കളിലേക്ക് അള്ളാന്റെ റഹ്മത്തിന്റെ നോട്ടം കിട്ടിയില്ല എങ്കിൽ, പ്രിയപ്പെട്ടവരെ, എന്തിനാ നമ്മൾ തീറ്റിപ്പോറ്റിയത്? ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മുടെ കുടുംബത്തിലെ ഓരോ മേഖലകളിലും ഈ ഇസ്ലാം കൃത്യമായി നടക്കേണ്ടതുണ്ട്. അന്ധവിശ്വാസത്തിൽ, ചെറുക്ക് വിദഗ്ധകളിൽ ഒരിക്കലും കൂട്ടുനിൽക്കുന്നതിൽ നമ്മൾ ഉണ്ടാവാൻ പാടില്ല. അവർ ചെയ്തോട്ടെ, നമ്മളില്ല. ഞാൻ സഹകരിക്കുന്നില്ല. സ്നേഹബുദ്ധിയ പറയുക എന്നൊരു ബാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഓർക്കുന്ന, ചർച്ച ചെയ്യുന്ന മാസത്തിലാണ് നമ്മളുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലെ നമുക്കുള്ള മാതൃക എന്താ? 10 സ്ഥലങ്ങളിലാണ് മില്ലത്തിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്. വത്തബഉ മില്ലത ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റണേ എന്ന് അള്ളാഹു നമ്മോട് പറയാ. 8 തവണ മില്ലത്ത് എന്ന വാക്ക് ഉപയോഗിച്ചത് ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ കുറിച്ചാണ്. എന്താ ഇബ്രാഹിം നബിയുടെ മില്ലത്ത്? വലിയൊരു മാതൃകയുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ കുടുംബത്തോട്, നമ്മുടെ സമൂഹത്തോട് പല കാര്യങ്ങളും പറയാത്തത് എന്താ? നമ്മുടെ ജോലിക്ക് എന്തെങ്കിലും ഭംഗം വരും, നമ്മൾ കിട്ടിയ സീറ്റിന് എന്തെങ്കിലും ഭംഗം വരും, ആളുകൾക്കിടയിലുള്ള ആദരവ് നഷ്ടപ്പെടും. ഇതൊക്കെ നമ്മൾ പേടിപ്പിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഇസ്ലാമിൽ നിന്ന്, ഈ നവോത്ഥാന പ്രവർത്തകർ മാറി നിൽക്കുന്നത്, ഞാൻ എന്തിനാ പോലെ വെറുപ്പ് സമ്പാദിക്കുന്നത്, ഇത് ഇങ്ങനെ പൊയ്ക്കോട്ടെ എന്ന് പറയുന്ന ആളുകൾക്കിടയിൽ നല്ല പിള്ള ചമയ്ക്കുന്ന ഒരു സ്വഭാവം നമുക്കൊക്കെ ഉണ്ട്. അത് കുറച്ച് അധികാരം കിട്ടുമ്പോൾ, ചില സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോൾ, ചില ആളുകൾ നമ്മുടെ പിന്നാലെ അനുയായികളായി ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മുടെ നാ വളഞ്ഞു പോവില്ല. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബിയുടെ മില്ലത്ത് എന്താ? ഇബ്രാഹിം നബിയുടെ ഉപ്പയാരായിരുന്നു? നമ്മൾ പഠിക്കണം. നമ്രൂദിന്റെ കൊട്ടാരത്തിലെ അറിയപ്പെടുന്ന ഒരു സീറ്റുള്ള ആളായിരുന്നു. അവിടുത്തെ പൂജാരിയാണ്. നമ്രൂദ് ബഹുമാനിക്കുന്ന, നമ്രൂദ് ആദരിക്കുന്ന ഒരു നല്ല, അവിടുത്തെ അവരറിയപ്പെടുന്ന നല്ലൊരു മനുഷ്യൻ, അവിടുത്തെ പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവൻ. ആ മകൻ, ആ ആളുടെ മകനെ അവരെങ്ങനെ ബഹുമാനിക്കും? അവർ ഏത് സീറ്റ് കൊടുക്കുമല്ലോ? നാളെ ആ ഉപ്പയുടെ സ്ഥാനം കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ മകനാണ് ആ സീറ്റിലേക്ക് കടന്നു വരിക. ഇബ്രാഹിം നബിയുടെ മനസ്സിൽ ആളുകൾ എന്നെ ബഹുമാനിക്കും, ആളുകൾ എന്നെ സ്നേഹിക്കും, രാജാവിന് എനിക്ക് ഇഷ്ടമാണ്, ഒക്കെ പോകായിരുന്നു. പക്ഷേ തന്റെ പിതാവ് ചെയ്യുന്നത്, തന്റെ സമൂഹം ചെയ്യുന്നത്, തന്റെ രാജാവ് ചെയ്യുന്നത് തെറ്റാണെന്ന് കണ്ടപ്പോ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തനം കണ്ടപ്പോ കൃത്യമായി അവരോട് പറഞ്ഞു, ഉപ്പ, അതേപോലെ യാക്കവും എന്റെ ജനതയെ എന്ന് വിളിച്ചിട്ട് രാജാവിനോട് കൃത്യമായി ഖുർആൻ ഓരോ തലങ്ങളിൽ സംവാദം നമ്മൾ പഠിപ്പിച്ചു. എന്തിനാ? നമ്മൾ ഇടപെടുന്ന മേഖലയിൽ നമ്മളുമായി ബന്ധപ്പെട്ടവരോട് ശരിയായ ഇസ്ലാഹിനെ കുറിച്ച് സംസാരിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അതാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്ത്. ഉംറക്ക് പോകുന്ന ആളുകളാണ് നമ്മൾ. ഇപ്പൊ ഹജ്ജിന് ഹാജിമാർ പോയിക്കൊണ്ടിരിക്കുക. 7 തവണ കഅബയെ തവാഫ് ചെയ്തിട്ട്, കഅബയുടെ കില്ല പിടിച്ച് കരഞ്ഞ് പറഞ്ഞിട്ട്, ഓരോ തവാഫിലും റബ്ബിന്റെ മുമ്പിൽ പൊട്ടി പൊട്ടി പറഞ്ഞിട്ട്, ഈ 7 തവാഫ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു പണിയുണ്ട്. ഏതൊരു ഹാജിയും ചെയ്യുന്നെന്താ? മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ പോയി 2 റക്അത്ത് നമസ്കരിക്കാം. എന്താ മഖാം ഇബ്രാഹിം? ആ ചില്ല് കൂടാരത്തിലുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകൻ ഖലീലുള്ളയുടെ കാലടിപ്പാടുകൾ മാത്രമാണ്. അതിന്റെ പിന്നിൽ നമസ്കരിക്കുമ്പോൾ ആ ഹാജി നടത്തുന്ന പ്രഖ്യാപനമുണ്ട്, അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബിയുടെ പാത, ആ ചര്യ പിന്തുടരാൻ ഞാൻ തയ്യാറാണെന്ന പ്രഖ്യാപനമാണ് ആ നമസ്കാരം നിൽക്കുമ്പോൾ ഒരു ഹാജി പ്രഖ്യാപിക്കുന്നത്. ഈ ഇബ്രാഹിം മില്ലത്തിനെ ഞാൻ നെഞ്ചോട് ചേർത്തോളാം. ഒരിക്കലും തന്നെ അവിടെ സ്ഥാനമാനങ്ങൾക്കോ മറ്റ് ഭൗതികമായ താല്പര്യങ്ങൾക്കോ ഇബ്രാഹിം നബി സ്ഥാനം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എന്താ ഉണ്ടായത്? കാലങ്ങൾ എത്രയായി ഇബ്രാഹിം നബി നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇന്നും ലോകം 40 ലക്ഷമാണ് ഹാജിമാർ ഈ വർഷം ഹജ്ജിന് പോകുന്നത്. ഒരേ സ്ഥലങ്ങളിൽ ലബൈക് അല്ലാഹുമ്മ ചെല്ലുമ്പോൾ, ഒരേ സ്ഥലങ്ങളിൽ അവർ ഹജ്ജ് കർമ്മം നിർവഹിക്കുമ്പോൾ ഒരു പ്രവാചകനെ ഓർക്കുകയാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. പ്രിയപ്പെട്ടവരെ, എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി മറ്റുള്ളവരെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് അള്ളാഹിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്താൽ ലോകമോർക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം ആളുകളെ പടച്ചറപ്പ് നമുക്ക് വേണ്ടി സംവിധാനിക്കുമെന്ന് ഖലീലുള്ളയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതാണ് ഇസ്ലാഹ്. ഇങ്ങനെ വായിക്കുമ്പോൾ, ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ കഴിയും? നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അന്ധവിശ്വാസങ്ങൾ എത്രത്തോളം ഇന്ന്, പണ്ട് കാലത്ത് ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിൽ വരുമ്പോൾ ഇതിന്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ഈ നാട്ടില്. പ്രസവത്തിന് വേണ്ടി നഫീസത്തുമാല ഓതിയിരുന്നൊരു കാലം, സൂറ ഇൻഷിഖാക്കിലെ 1 മുതൽ 5 വരെ ആയത്തുകൾ ഓതിയിട്ട് അത് പിഞ്ഞാണത്തിൽ കലക്കി കുടിച്ചിരുന്നൊരു കാലം സുഖപ്രസവത്തിന് കഴിഞ്ഞു പോയിരുന്നു. അപ്പോ നമ്മൾ പറയുന്നത് പണ്ട് കാലത്തല്ലേന്ന്. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത് നമ്മൾ മരണത്തെക്കുറിച്ച് കേട്ടു. 5 മക്കൾ ഉമ്മയായ 35-കാരിയായിട്ടുള്ള ഒരു പൊന്നുമോൾ ഈ ദുനിയാവിൽ നിന്ന് ഇവിടെ പറഞ്ഞത് എന്തിന്റെ പേരില?
അന്ധവിശ്വാസത്തിന്റെ വാൽഖത്ത് മാ ഫീഹാ വതഖല്ലത്ത് അവരിൽ നിന്ന് ഓതിക്കൊടുത്തിട്ട് സുഖപ്രസവം നടക്കുമെന്ന് പറഞ്ഞ് ഒരു പെണ്ണിന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയ അന്ധവിശ്വാസത്തിന്റെ നാട്ടിലാണ് ഞാൻ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ ഇരിക്കാൻ നേരണ്ട. 25-കാരൻ കൊല്ലത്ത് മുർഷിദ് എന്ന് പറയുന്ന പോലീസുകാരൻ കൊല്ലപ്പെട്ടത് തന്റെ സുഹൃത്തായിട്ടുള്ള ഒരു തന്റെ കയ്യാല. അവരെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അവൻ പോലീസുകാരോട് പറഞ്ഞത് ഞാനല്ല കൊന്നത് ജിന്നാണ്. അവൻ വിളിച്ചു പറയാ, ലഹരിക്കടിമപ്പെട്ടവൻ വിളിച്ചു പറയാ, അവൻ മനസ്സിലാക്കി ജിന്നാണെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന് അവൻ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ അന്ധവിശ്വാസങ്ങൾ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നതാരാ? ഈ പ്രസ്ഥാനം കാലങ്ങളായി പണിയെടുത്തതിന് വേണ്ടിയാ. 1922 ഐക്യസംഘം ഉണ്ടാക്കിയപ്പോ ഈ നാട്ടിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പടപൊരുതാൻ വേണ്ടി ഐക്യസംഘം ഉണ്ടാക്കിയപ്പോ അവർ ആയത്തോതി, വിശുദ്ധ ഖുർആനിലെ ആയത്തോതിയിട്ടാണ് 15-ാം അധ്യായം സൂറ ഹിജ്റിലെ 78-ാമത്തെ ആയത്തോതിയിട്ട് പറഞ്ഞു. അല്ലാഹ് ഇവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരെ? ഐക്യസംഘക്കാരെ കുറിച്ച് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വഇൻകാന അസ്ഹാബുൽ ഐക്കത്തി ലളാലിമീൻ, ഇവർ അക്രമികളാണ് എന്ന് ആയത്തോതി സമൂഹത്തിന്റെ മുമ്പിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു. ഐക്യക്കാർ അക്രമികളാണ്. ഐക്യസംഘം എന്നാണ് പേര്. ഇതാരെ കുറിച്ച് പറഞ്ഞ ഖുർആൻ? അസ്ഹാബുൽ ഐക്കത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം, മരക്കാവുകാരെ കുറിച്ച് പറഞ്ഞതാണ്. പക്ഷേ ഈ ആയത്ത് ഐക്യസംഘത്തിന് നേരെ ചാർത്തി കൊടുത്തു. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ കേരളക്കരയിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പഠിച്ച പ്രസ്ഥാനം ഇസ്ലാഹി പ്രസ്ഥാനം. അവിടെ നിന്ന് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത് 924 പണ്ഡിത സഭ ഉണ്ടാക്കി KJU. എന്തേ പണ്ഡിത സഭ ഉണ്ടാക്കാനുള്ള കാരണം? ആ കാലഘട്ടത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ പ്രമാണം എന്ന് പറയുന്നത് മാലയും മൗലീദ് അതേപോലെ ഹദ്ദാദ് റാത്തീബുകളൊക്കെ ആയിരുന്നു. ഇതൊക്കെയാണ് അന്നത്തെ പ്രമാണങ്ങൾ. എന്തിനും ഏതിനും മാലകളും മൗലീദുകളും പാരായണം ചെയ്യുന്ന, അതിലെന്ത് പറഞ്ഞു എന്ന് നോക്കുന്ന ആ ഒരു കാലം. അവിടെയാണ് 924 KJU കടന്നു വന്ന് ശരിയായ ഖുർആനും ശരിയായ സുന്നത്തും ശരിയായ ഇജ്മാഉം ശരിയായ ഖിയാസും ജനങ്ങളെ പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോഴാണ് ജനങ്ങൾക്ക് ഖുർആനിനെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും കഴിഞ്ഞത്. അള്ളാഹുവിന്റെ ഏകത്വം വിട്ടുകൊണ്ട്, ഏകനായ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിട്ടുകൊണ്ട് മറ്റു പലതിലേക്കും ശവകുടീരങ്ങളിലേക്കും പല ബീവിമാരിലേക്കും പ്രാർത്ഥനകളുമായി കഴിഞ്ഞു പോയ കാലം അവരോട് പറഞ്ഞു, അള്ളാഹുവിലേക്കാണ് തന്റെ പ്രയാസങ്ങൾ പറയേണ്ടത്, അള്ളാഹുവിന്റെ മുമ്പിലാണ് തന്റെ ആഗ്രഹങ്ങൾ പറയേണ്ടത്. പ്രവാചകന്മാർ ചെയ്തതാണ്, പഠിപ്പിച്ചു കൊടുത്തു. അയ്യൂബ് നബിക്ക് രോഗം വന്നപ്പോൾ ഒരിക്കലും ഒരു മഖ്ബറയിലേക്ക് പോയിട്ടില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ള പ്രവാചകന്മാർ അവരുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഖുർആൻ ആയത്തുകളൊക്കെയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏകനായ റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങണമെന്ന് അന്നിന്റെ കാലത്ത് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് ഈ ഇസ്ലാഹി പ്രസ്ഥാനമാണ്. അങ്ങനെ ഓരോന്നും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അന്ധവിശ്വാസങ്ങളാൽ മൂടപ്പെട്ടിരുന്ന ഒരു കാലത്ത് അവിടെ നന്മയിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനം, മദ്രസാ പ്രസ്ഥാനം തുടങ്ങി. നമ്മള് ചാലകത്ത് വാഴക്കാട് ഒരു മദ്രസാ പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ മദ്രസയുടെ ഒന്നാമത്തെ മീമ് ജഹന്നമിന്റെ അവസാനത്തെ മീമെന്ന് പാട്ടുപാടി ഈ കേരളത്തിലൂടെ പ്രഭാഷണങ്ങൾ നടത്തിയിരുന്ന ആളുകൾ ഇന്ന് അഭിമാനത്തോടെ പറയാ 10,000-കണക്കിന് മദ്രസ ഉണ്ട് എന്ന്. അന്നെങ്ങാനും മദ്രസയുടെ മീം ഒന്നാമത്തെ മീമാണ്, മദ്രസയുടെ ഒന്നാമത്തെ മീം ജഹന്നമിന്റെ മീമാണെന്ന് പറഞ്ഞ് നമ്മൾ കെട്ടിപ്പൂട്ടി വെച്ചിരുന്നെങ്കിൽ ഇന്ന് മദ്രസകൾ ഉണ്ടാകുമായിരുന്നില്ല. നമ്മളവിടെ നിർത്തിയില്ല. പല ആക്ഷേപങ്ങളും പല പ്രയാസങ്ങളും കേട്ടിട്ട് സദൈര്യം മുന്നോട്ട് പോയത് ഇത് അള്ളാഹുവിന്റെ ദീനാണ്, പടച്ചോന് സഹായം ഉണ്ടാവുന്നതാ. അതുകൊണ്ടാണ് ഇന്ന് 10,000-കണക്കിന് മദ്രസിന്റെ പേരിൽ അഭിമാനിക്കുന്നത്. തീരുന്നില്ല. സ്ത്രീകൾ എഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കാലം ഇന്ന് അഭിമാനത്തോടെ അവർ പറയുന്നു സ്ത്രീകൾക്ക് +2 വരെ മദ്രസ ഉണ്ട് എന്ന്. അവിടെ നിൽക്കുന്നില്ല. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഹറാമാണെന്ന് പറഞ്ഞു. കാരണം എന്താ? അറബിയിലെ ദാൽ, ഇംഗ്ലീഷ് പഠിച്ചാൽ അറബിയിലെ ദാൽ ശരിക്കൂല, അത് ഡി ആയി മാറും. എന്നിട്ട് അവർ ഉദാഹരണം പറയുന്നറിയോ? ഖുൽ ഹുവല്ലാഹു അഹദ്, അത് ഓതുമ്പോ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നാവും. തെറ്റിദ്ധരിപ്പിക്കുക ആളുകൾക്ക് മുമ്പിൽ. ഇത്തരത്തിലുള്ള നന്മയുടെ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ നിന്ന് ആളുകൾ എങ്ങനെ പുറകോട്ട് വലിക്കാൻ പറ്റുമോ ഇതെല്ലാം ശ്രമം നടത്തിയവർ ഇന്ന് ഇംഗ്ലീഷ് മീഡിയത്തിന്റെ പേരിൽ അഭിമാനം കൊള്ളുക. പല സ്ഥാപനങ്ങളാണ് അവർ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയ സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് മീഡിയം പ്രത്യേകമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി പഠിപ്പിക്കുമ്പോൾ നമുക്ക് അഭിമാനമുണ്ട്. ഈ പ്രസ്ഥാനം അവരന്ന് പറഞ്ഞപ്പോൾ ഇത് നിർത്തിവെച്ച് പോയില്ല. ഒരുപാട് പരിഹാസങ്ങളും ഒരുപാട് ആട്ടും തുപ്പും സഹിച്ചിട്ടും പ്രബോധന വീതി സദൈര്യം മുന്നോട്ട് പോയത് പടച്ചറബിന്റെ സഹായം ഉണ്ടാകുമെന്ന നിലക്കാണ്. അതേപോലെ തന്നെയാണ് യതീംഖാന കടന്നു വന്നപ്പോൾ അത് യതീമിനെ സംരക്ഷിക്കാനല്ല, യതീം ഖാനയാണ്, വഞ്ചിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് യതീംഖാനക്കെതിരെ പ്രഭാഷണം നടത്തിയവർ ഇന്ന് യതീംഖാനകളിൽ അഭിമാനം കൊള്ളുക. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ നടത്തുന്ന നവോത്ഥാന പ്രവർത്തനങ്ങളിൽ നമ്മളെ പരിഹസിക്കാൻ പല ആളുകളുണ്ടാവും. ഇപ്പോഴും നമ്മൾ ഇവിടെ നടക്കുന്ന സിഹറിനെ കുറിച്ച്, ഗൂഢോത്രത്തെക്കുറിച്ച്, ജിന്നുവാദത്തെക്കുറിച്ച് കൃത്യമായി നമ്മൾ അത് പേജുകളിലും സ്റ്റേജുകളിൽ പറയുന്നത് ഇത് നമ്മൾ പറഞ്ഞില്ല എങ്കിൽ ഒരാൾ പറയാനില്ല. ഗൂഢോത്രത്തിന്റെ പേരിലാണ് ഒരു വീട്ടമ്മക്ക് ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോവേണ്ടി വന്നത്. ഗൂഢോത്രം ചെയ്തു എന്ന് ആരോ പറഞ്ഞതിന്റെ പേരിൽ അവരെ കൊല്ലുകയാണ് ചെയ്തത്. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ നിശബ്ദരായിരുന്നാൽ ഇതങ്ങനെ വളർന്നു വലുതാകും. നമ്മൾ എന്തിനാ ഓരോ പരിഹാസം കേൾക്കുന്നത്? നമുക്ക് നമ്മളേതായ രൂപത്തിൽ ഇങ്ങനെ പോയാൽ പോരെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനല്ല, ആരെയും ആക്ഷേപിക്കാനല്ല, അള്ളാഹുവിന്റെ ദീനിനെ ശരിയായി പറഞ്ഞു കൊടുക്കുക എന്നൊരു ബാധ്യത നമ്മിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ്. പ്രവാചകരോട് പറഞ്ഞല്ലോ അള്ളാഹു, ഞാൻ നിന്നിലേക്ക് ഇറക്കിയിരിക്കുന്ന വഹീനെ നീ ജനങ്ങളിലേക്ക് എത്തിക്കണം, നീ എങ്ങാനും അത് എത്തിച്ചിട്ടില്ല എങ്കിൽ നിന്റെ റിസാലത്ത് നീ പൂർത്തീകരിച്ചിട്ടില്ല എന്ന് അള്ളാഹു പ്രവാചകരോട് പറഞ്ഞതാണ്. അതുകൊണ്ട് ആ ബാധ്യത പ്രവാചകനെ ഏൽപ്പിക്കുന്ന നമ്മളെയാണ്. ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണേ എന്ന് പ്രവാചകന്റെ കൽപ്പനയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ഇസ്ലാഹിന്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉണ്ടാവണം. ഞാനായിട്ട് മാറി നിൽക്കില്ല. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുന്ന വാചകമുണ്ട്, ഓരോരുത്തർക്കും കഴിയുന്ന രൂപത്തിൽ പ്രബോധന പ്രവർത്തനങ്ങൾ സജീവമാവണമെന്ന. അള്ളാഹുവിന്റെ ദീനിനെ പ്രബോധനം ചെയ്യുന്ന വിഷയത്തിൽ നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ആ പ്രവർത്തനം നമ്മൾ ഉണ്ടാവണമെന്നാണ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് വിശദീകരണം കൊടുക്കുന്നത്. നോക്ക് നിങ്ങൾ, ഈ പ്രബോധന പ്രവർത്തനങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മഹലിൽ ഒതുങ്ങി നിന്നിട്ടല്ല, സ്വന്തം വീട്ടില്, സ്വന്തം കുടുംബത്തില്. മരണത്തെ നേരിൽ കാണും, മണ്ണോട് നീയും ചേരും,
മലക്കുൽ മൗത്തരികെ വന്നാൽ ഒളിക്കുവാനെങ്ങോട്ടോടും? ഇല്ല ഇല്ല രക്ഷയില്ല, റബ്ബല്ലാതെ തുണയേകില്ല. ഇല്ല ഇല്ല രക്ഷയില്ല, റബ്ബല്ലാതെ തുണയേകില്ല. അസ്റായിൽ റൂഹും കൊണ്ട് മടങ്ങിടും ചാരേ നിന്ന്. അന്നേരം പേരും മാന് വിളിക്കുമേ മയ്യത്തെന്ന്. മരണത്തിൻ വേദനയുണ്ട്, മറക്കാത്ത രുചിയതിലുണ്ട്. സഹിക്കുമോ വേദന കൊണ്ട്, തുണയ്ക്കുമോ റബ്ബിത് കണ്ട്. വെണ്ണയിൽ നിന്നും നൂല് എടുക്കുന്ന പോലെ എൻ്റെ ശരീരത്തിൽ നിന്നും റൂഹ് എടുക്കുമോ നാദാമെല്ലെ. സക്കറാത്തിൻ വേദനയിൽ സക്കറാത്തിൻ വേദനയിൽ ഞാൻ പിടയുന്ന നേരം എന്നിൽ സഹായത്തിനാരുമില്ല. സലാമത്ത് നൽകൂ നാഥ. മരണത്തെ നേരിൽ കാണും, മണ്ണോട് നീയും ചേരും. മലക്കുൽ മൗത്തരികെ വന്നാൽ ഒളിക്കുവാനെങ്ങോട്ടോടും? കണ്ടവരെല്ലാം അന്ന് കരയുന്നു ചാരേ നിന്ന്. ചിരിക്കണം നീയും വന്ന്, ഒരുങ്ങണം അതിനായിന്ന്. വിതുമ്പുന്ന ആദരങ്ങൾക്ക് അറിവുണ്ട് കഥയിതു കണ്ട്. കാണാത്ത ലോകം ഉണ്ട്, അദൃശ്യങ്ങൾ കാണുന്നുണ്ട്. സക്കറാത്തിൻ വേദനയിൽ സക്കറാത്തിൻ വേദനയിൽ ഞാൻ പിടയുന്ന നേരം എന്നിൽ സഹായത്തിനാരുമില്ല. സലാമത്ത് നൽകൂ നാഥ. മരണത്തെ നേരിൽ കാണും, മണ്ണോട് നീയും ചേരും. മലക്കുൽ മൗത്തരികെ വന്നാൽ ഒളിക്കുവാനെങ്ങോട്ടോടും? അദാബിൻ്റെ കലവറയല്ലേ ഖബറിൻ്റെ ഇരുളിൽ നിറയെ. സുഖങ്ങളിൽ മുഴുകിയതല്ലേ ഹറാമിൻ്റെ വഴിയിൽ തനിയെ. അഹങ്കാരഭാവം നിന്നെ തനിച്ചിടും ഖബറിൽ പിന്നെ. അറിയണം ആദ്യം തന്നെ, മുഴുകണം അമലിൽ തന്നെ. സക്കറാത്തിൻ വേദനയിൽ സക്കറാത്തിൻ വേദനയിൽ ഞാൻ പിടയുന്ന നേരം എന്നിൽ സഹായത്തിനാരുമില്ല. സലാമത്ത് നൽകൂ നാഥ. മരണത്തെ നേരിൽ കാണും, മണ്ണോട് നീയും ചേരും. മലക്കുൽ മൗത്തരികെ വന്നാൽ ഒളിക്കുവാനെങ്ങോട്ടോടും? ഇല്ല ഇല്ല രക്ഷയില്ല, റബ്ബല്ലാതെ തുണയേകില്ല. ഇല്ല ഇല്ല രക്ഷയില്ല, റബ്ബല്ലാതെ തുണയേകില്ല. അസ്റായിൽ റൂഹും കൊണ്ട് മടങ്ങിടും ചാരേ നിന്ന്. അന്നേരം പേരും മാന് വിളിക്കുമേ മയ്യത്തെന്ന്. അസ്സലാമു അലൈക്കും.